15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം അവസാനിച്ചു. സുപ്രധാന ബില്ലുകളും ധനാഭ്യർത്ഥനകളും പാസാക്കിയാണ് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. സമാപന ദിവസം മന്ത്രി എം.ബി. രാജേഷും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോരിന് സഭ വേദിയായി. സഭ സമ്മേളിച്ച 19 ദിവസത്തിൽ 12 ദിവസം ധനാഭ്യർത്ഥനകളുടെ പരിഗണനയ്ക്കായി മാറ്റിവെച്ചു. കേരള മുനിസിപ്പാലിറ്റി ബിൽ, കേരള പഞ്ചായത്ത് രാജ് ബിൽ, കേരള നികുതി വസൂലാക്കൽ ബിൽ, കേരള ധനകാര്യ ബിൽ എന്നീ സുപ്രധാന ബില്ലുകൾ സഭ പാസാക്കി. 2023 കേരള പൊതുരേഖാ ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ബജറ്റിനെയും ഉപധനാഭ്യർത്ഥനകളെയും സംബന്ധിച്ച മുൻ വർഷങ്ങളിലെ ധനവിനിയോഗ ബില്ലുകളും സഭ പാസാക്കി. സഭ സമ്മേളിച്ച 123 മണിക്കൂർ 16 മിനിറ്റിൽ ധനകാര്യ ബിസിനസിനായി 45 മണിക്കൂർ 10 മിനിറ്റും നിയമനിർമ്മാണത്തിനായി 14 മണിക്കൂർ 19 മിനിറ്റുമാണ് വിനിയോഗിച്ചത്. വിവിധ വിഷയങ്ങളിൽ ശക്തമായ ഭരണ പ്രതിപക്ഷ പോരും സഭയിലുണ്ടായി. സമാപന ദിവസം മന്ത്രി എം.ബി. രാജേഷും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള വാക്പോരിനും സഭ വേദിയായി. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പെരുമാറ്റത്തെ ചൊല്ലിയായിരുന്നു വാക്പോര്. പ്രതിപക്ഷ നേതാവിന് ധാർഷ്ട്യവും പുച്ഛവും പരിഹാസവുമാണെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും പരിഹസിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റെത്. പരിഹാസം, പുച്ഛം, ധാർഷ്ട്യം ഇതൊക്കെ അദ്ദേഹവും ഒന്ന് സ്വയം വിലയിരുത്തുന്നതും തിരുത്തുന്നതും നല്ലതാണ്. എന്നാൽ ധാർഷ്ട്യം, പുച്ഛം, പരിഹാസം തുടങ്ങിയവയുടെ ചാപ്പ തന്റെ മേൽ കുത്തണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അതിനു ചേരുന്നയാൾ അപ്പുറത്തുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് ധിക്കാരം, ധാർഷ്ട്യം, പുച്ഛം, അപഹസിക്കൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് എനിക്ക് ചേരുന്നതല്ല. അത് ആർക്കാണ് ചേരുന്നതെന്ന് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആ ചാപ്പ എന്റെ മീതെ കുത്തണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ചുവെന്ന് മന്ത്രി ആർ ബിന്ദു ആരോപിച്ചു. എന്നാൽ ആരോപണം പ്രതിപക്ഷ നേതാവ് നിഷേധിച്ചു. 24 തിരുവനന്തപുരം.